സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ വൈഭവ് സൂര്യവംശി. ബംഗളൂരുവിനെതിരെ ഗുവാഹത്തിയിലെ ആ ഇന്നിംഗ്സിന് ശേഷം വീരേന്ദർ സേവാഗ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. ഗുവാഹത്തിയുടെ സ്റ്റാൻഡിംഗ് ഒവേഷൻ ഏറ്റുവാങ്ങി 9ാം ഓവറിൽ വൈഭവ് മടങ്ങുമ്പോൾ ജോഷ് ഹേസൽവുഡ് മൈതാനത്ത് നിരാശനായി നിൽപ്പുണ്ട്. ആ ക്യാച്ചിന് ശേഷം വിരാട് കോഹ്ലിക്ക് അമിതാഹ്ലാദമൊന്നും ഉണ്ടായിരുന്നില്ല. കളി കയ്യിൽ നിന്ന് പോയ മട്ടാണ്. രാജസ്ഥാൻ പവർ പ്ലേ അവസാനിപ്പിച്ചത് 3 അക്കത്തിന് 3 റൺസ് അകലെയാണെന്ന് ഓർക്കണം. 202 റൺസ് T20യിൽ ഒരു മികച്ച സ്കോറാണ്. 10ന് മുകളിൽ റൺ റേറ്റ് വേണം അത് ചേസ് ചെയ്ത് പൂർത്തിയാക്കാൻ. എന്നാൽ 9ാം ഓവർ അവസാനിക്കുമ്പോൾ രാജസ്ഥാന്റെ റിക്വയർഡ് റൺ റേറ്റ് 6.36 കുത്തനെ ചുരുങ്ങി. വൈഭവ് സൂര്യവംശി കരിയറിൽ ആദ്യമായാണ് ഹേസൽവുഡിനെ നേരിടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കൊലകൊമ്പന്മാർ പലരെയും അന്താരാഷ്ട്ര വേദികളിൽ വിറപ്പിച്ച ഹേസൽവുഡിനെ നേരിടാനൊരുങ്ങുമ്പോൾ ആ 15-കാരൻ്റെ മനസ്സിൽ എന്തൊക്കെയാവും മിന്നിമറഞ്ഞിട്ടുണ്ടാവുക? പ്രത്യേകിച്ചൊന്നുമില്ല. പന്ത് വാച്ച് ചെയ്യുക, അടിച്ചതിർത്തിയിലിടുക. ജയ്സ്വാളിനെ നേരത്തെ വീഴ്ത്തി രാജസ്ഥാന്റെ ഫയർ ഓപ്പണിംഗ് കോംബോയെ പൊളിച്ച കോൺഫിഡൻസിലാണ് ഹേസൽവുഡ് വൈഭവിനെതിരെ പന്തെടുത്തത്. രാജസ്ഥാൻ ഇന്നിംഗ്സിൽ 4ാം ഓവറിലെ 3ാം പന്ത് ഓഫ് സൈഡിലേക്ക് വന്നൊരു ഹാർഡ് ലെഗ് ഡെലിവറി. ബാക്ക് ഫുട്ടിൽ വൈഭവ് മനോഹരമായി കട്ട് ചെയ്ത് അതിനെ ഫൈൻ ലെഗിലൂടെ അതിർത്തിയിലേക്ക് പായിച്ചു. 4ാം പന്ത് ലോങ് ഓണിലൂടെ ബൗണ്ടറിയിലേക്ക്. 5ാം പന്ത് കവറിലൂടെ വീണ്ടും ബൗണ്ടറി റോപ്പ് തൊട്ടു. ആ ഓവറിലെ അവസാന പന്ത് ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു. ഡീപ് സ്ക്വയർ ലെഗിലൂടെ വൈഭവ് അതിനെ അതിർത്തിയിലെത്തിച്ചു. ഹേസൽവുഡ് നിരായുധനായി. തുടരെ 4 തവണ പന്ത് അതിർത്തി കടന്നു. അടുത്ത ഓവറിൽ പന്തെടുത്തത് ഭുവി. പോയ സീസണിൽ ഭുവനേശ്വർ വൈഭവിൻ്റെ മിഡിൽ സ്റ്റംപ് ഇളക്കിയ ഓർമ്മ RCB ആരാധകരുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു കാണും. അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ്. അതിനുശേഷം ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു? ഇക്കുറി വൈഭവ് അർദ്ധ സെഞ്ചുറിയിൽ തൊട്ടത് ഭുവിയെ തുടർച്ചയായി 2 തവണ ഗാലറിയിലേക്ക് പറത്തിയാണ്. ഫിൽ സാൾട്ട് ബൗണ്ടറി ലൈന് തൊട്ടരികിലുണ്ടായിരുന്നു. അയാളെ പന്ത് ക്യാച്ച് ചെയ്തു. പക്ഷേ സോൾട്ടും പന്തും അതിർത്തി കടന്നു. 15-50 എഗെയിൻ. സീസണിൽ വൈഭവിൻ്റെ 2ാം അർദ്ധ സെഞ്ചുറി. 2നും വേണ്ടി അയാൾ എടുത്തത് വെറും 15 പന്തുകൾ. 9ാം ഓവറിൽ കൃണാൽ പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ വെറും 26 പന്തിൽ വൈഭവ് രാജസ്ഥാൻ സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് 78 റൺസ്, 8 4, 7 സിക്സർ. ബാറ്റ് വീശിയത് 300 സ്ട്രൈക്ക് റേറ്റിൽ. ഇതെന്തിൻ്റെ കുഞ്ഞാണാവോ എന്ന് RCB ആരാധകർ ഉള്ളിൽ ചോദിച്ചു കാണും. ധ്രുവ് ജുറേലും വൈഭവും ചേർന്ന് 2ാം വിക്കറ്റിൽ രാജസ്ഥാൻ സ്കോർ ബോർഡിൽ ചേർത്തത് 108 റൺസാണ്. അതും വെറും 37 പന്തിൽ. 17.51 റൺ റേറ്റിലാണ് ഈ ജോഡി സ്കോർ ശരവേഗത്തിൽ ഉയർത്തിയത്. റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ IPL ഹിസ്റ്ററിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റായ 2ാമത്തെ സെഞ്ചുറി കൂട്ടുകെട്ട്. 300 സ്ട്രൈക്ക് റേറ്റിൽ 3 50+ സ്കോറുകളാണ് T20യിൽ വൈഭവിൻ്റെ പേരിലുള്ളത്. കീറോൺ പൊള്ളാർഡ് മാത്രമാണ് ഈ സ്ട്രൈക്ക് റേറ്റിൽ ഇതിൽ കൂടുതൽ 50കളുള്ള ഏകതാരം. സഞ്ജുവില്ലാത്ത രാജസ്ഥാനെക്കുറിച്ച് ആശങ്കപ്പെട്ടവരൊക്കെ കൺതുറന്ന് കാണട്ടെ. രാജസ്ഥാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്.